ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം DTFT. നമ്മൾ ഇതിനു മുമ്പ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് പഠിച്ചു, സെറ്റ് ട്രാൻസ്ഫോം എന്താണെന്ന് പഠിച്ചു. ഫൊറിയർ ഫൊറിയർ സീരീസ് അല്ലെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദി അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് അല്ലേ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈം സിഗ്നൽസിനും സിസ്റ്റത്തിൻ്റെ അനാലിസിസിനാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിരുന്നത്. സെറ്റ് ട്രാൻസ്ഫോം എന്തിനായിരുന്നു? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തു. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന് നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്തു. ഇത് രണ്ടും എപീരിയോഡിക് ആയിട്ടുള്ള റിലേഷൻസിന് അപ്ലിക്കബിൾ ആണ്. പീരിയോഡിക് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അനാലിസിസ് മെത്തേഡാണ് ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, പീരിയോഡിക് ആണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് ഓൾവേസ് ഫോർ പീരിയോഡിക് സിഗ്നൽസ് ഫോർ ദി പീരിയോഡിസിറ്റി ഒമേഗ. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസ് ഡൊമെയിനിലേക്ക് മാറ്റുന്നു, സെറ്റ് ട്രാൻസ്ഫോമിൽ സെഡ് ഡൊമെയിനിലേക്കാണ് നമ്മൾ ആ സിഗ്നലിനെ മാറ്റുന്നത്. ഫൊറിയർ ട്രാൻസ്ഫോമിൽ നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിലേക്കാണ് സിഗ്നലിനെ മാറ്റുന്നത്, ഒമേഗയിലേക്ക്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ. മൂന്ന് ട്രാൻസ്ഫോമും എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് എന്താണ് ഇതിലെന്താണ് ഒരു പീരിയോഡിക് സിഗ്നലാണ്. അപ്പോൾ ഇൻഫിനൈറ്റ് ഡ്യൂറേഷനിലുള്ളൊരു സിഗ്നലിനെ നമ്മളൊരു പീരിയോഡിക് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ഈ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം മെത്തേഡ് വഴി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു കാര്യം നോക്കാം. ഫൊറിയർ സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. ഫൊറിയർ സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. നമുക്കൊരു സിഗ്നൽ x(n) എന്നൊരു സിഗ്നൽ കിട്ടിയാൽ അതിനെ നമുക്ക് എങ്ങനെ അതൊരു പീരിയോഡിക് സിഗ്നലാണ്, n പീരിയോഡിസിറ്റി ഉള്ളൊരു സിഗ്നലാണെങ്കിൽ അതിൻ്റെ ഫൊറിയർ സീരീസ് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഫോമുലയാണ് x(n) ഈസ് ഈക്വൽ ടു, ഇത് ഫൊറിയർ സീരീസ് ആട്ടോ, ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് അല്ല, ഫൊറിയർ സീരീസ്. ഇപ്പം നമുക്ക് ഒരു സിഗ്നൽ തന്നു, ആ സിഗ്നലിനെ നമുക്ക് അപ്പോൾ അത് പീരിയോഡിക് ആയിരിക്കാം, ചിലപ്പോൾ അതിനെ പീരിയോഡിക് ആക്കാനായിട്ട് ഒക്കെ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് തന്നെ അതിനെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫൊറിയർ സീരീസ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കതിനെ ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് x(n) ഈസ് ഈക്വൽ ടു സിഗ്മ k equal to 0 to n minus 1 ck e raised to j 2 pi k by n into small n. Okay, where capital N is the periodicity, ck is a Fourier coefficient. So ഈ 2 pi by n നെ നമുക്ക് ഒമേഗ നോട്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ദി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് x(n). ഓക്കെ, അപ്പോൾ ഇൻറ്റു കെയും കൂടി വരുമ്പോൾ അതിന് നമുക്ക് ഹാർമോണിക് ഫ്രീക്വൻസി ഓഫ് x(n) എന്ന് പറയാം. വിച്ച് ഹാർമോണിക്? kth ഹാർമോണിക് ഫ്രീക്വൻസി. ഓക്കെ, സോ ഫൊറിയർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷനുണ്ട്. 1/n സിഗ്മ n ഈക്വൽ ടു 0 to n minus 1 x(n) e raised to minus j 2 pi k by n into n. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫൊറിയർ സീരീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ. ജസ്റ്റ് ഫോർ ഇൻഫോർമേഷനാണ്. ഇനി നമുക്ക് ഒരു സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ x(n) കിട്ടിയാൽ അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ, ദിസ് ഈസ് എ ഡെഫിനിഷൻ ഫോർ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ബൈ x(e raised to j omega). നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡൊമെയിനിലേക്കാണ് സിഗ്നൽ വരുന്നത്. x(e raised to j omega) ഈസ് ഈക്വൽ ടു സിഗ്മ n tending from minus infinity to plus infinity to plus infinity x(n) e raised to minus j omega n e raised to minus j omega n. Okay, Fourier transform represent in the f braces x(n) എന്നാണ്. ഓക്കെ, ഇനി ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? നേരത്തെ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോമിൽ പറഞ്ഞ പോലെ ഫൈനൈറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടണം, സമ്മബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഓൾവേസ് ഷുഡ് ബി ലെസ് ദാൻ
ഇൻഫിനിറ്റി. ആ വാല്യൂ അതിൻ്റെ എക്സ് ഓഫ് എൻ്റെ മോഡുലസ് എടുത്ത് കഴിഞ്ഞാൽ ദ വാല്യൂ ഷുഡ് ബി എ ഫൈനൈറ്റ് വാല്യൂ, ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണാനുള്ള ഡെഫിനിഷൻ എന്താണ്? ദ ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഈസ് ഡിഫൈൻഡ് ആസ്, നമ്മുടെ കയ്യിലുള്ളത് ഫോറിയർ ട്രാൻസ്ഫോം സിഗ്നലാണ്. എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ സിഗ്നലാണ്. അതിന് എക്സ് ഓഫ് എന്നിലേക്ക് ആക്കാനുള്ള ഫോർമുല 1/2π ഇൻ്റഗ്രൽ പൈ ടു പ്ലസ് പൈ, -π to +π 2πയിലേക്കാണ് നമ്മൾ റേഡിയേറ്റ് ചെയ്യുന്നത്. -π to +π എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ n d ഒമേഗ. ഓക്കെ, n -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഡൊമെയിന് -π തൊട്ട് +π വരെ. ഓക്കെ, ഇനി എന്താണ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമും കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമും തമ്മിലുള്ള ഡിഫറൻസ്. കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഡിഫൈൻഡ് ആയിരിക്കുന്നത് -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി ആണ്. അതേസമയം ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം -π to +π ആണ്. എന്ന് വെച്ചാൽ പീരിയോഡിസിറ്റി 2π ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ നമ്മൾ ഇൻ്റഗ്രേഷനാണ് ചെയ്യുന്നത്. പക്ഷേ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ നമ്മൾ സമീഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമും തമ്മിലുള്ള കമ്പാരിസൺ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമാണ്. ജസ്റ്റ് പ്രോപ്പർട്ടി ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദിസ് വരാറില്ല സാധാരണ. ടെക്സ്റ്റിലും പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്തും കണ്ടില്ല. അപ്പോൾ പ്രോബ്ലംസ് ഇല്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അപ്പം ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. സിമ്പിളായുള്ള പ്രോപ്പർട്ടീസാണ്. നമ്മൾ സെറ്റ് ട്രാൻസ്ഫോമും ലാപ്ലേസ് ട്രാൻസ്ഫോമും പഠിക്കുമ്പോൾ നിങ്ങളൊരു ടാബുലർ കോളം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതായത് ലാപ്ലേസ് എല്ലാത്തിലും കോമൺ ആണ്. പല പ്രോപ്പർട്ടി ലീനിയാരിറ്റിയും ഷിഫ്റ്റിങ്ങും പലതും കോമൺ ആണ്. അപ്പോൾ ഓരോന്നിലും സിഗ്നൽ അതിൻ്റെ പ്രോപ്പർട്ടി നിന്നപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം, സെറ്റ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട് ഓരോ ഇക്വേഷൻസും പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ലീനിയാരിറ്റി. ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെയ്റ്റഡ് സം ഓഫ് ടു സിഗ്നൽസിൻ്റെ ഓരോ സിഗ്നലിന് ഇപ്പോൾ x1 of n ഫോറിയർ ട്രാൻസ്ഫോം x1 of e raised to j omega n, x2 of n s2 of e raised to j omega n ആണെങ്കിൽ അതിൻ്റെ വെയ്റ്റഡ് സം a1 x1 of n പ്ലസ് a2 x2 of n എന്നതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഇൻഡിവിജ്വൽ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെയും വെയ്റ്റഡ് സം ആയിരിക്കും. a1 x1 e raised to j omega പ്ലസ് a2 x2 e raised to j omega ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി പീരിയോഡിസിറ്റി. നമ്മൾ പറയും 2π പീരിയോഡിക് ആണ് ഒരു ഫോറിയർ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൽ സിഗ്നൽസിന്. അതാണ് അതിൻ്റെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ 2 + 2π എക്സ് ഓഫ് ഇ റേസ് ജി ഒമേഗ പ്ലസ് 2πm. അതായത് ഇ റേസ് ടു ജെ ഒമേഗനെ നമ്മൾ 2π + 2πm ചെയ്താൽ അത് ഇ റേസ് ടു ജെ ഒമേഗ ആയിരിക്കും. പീരിയോഡിക് ആണ്. 2π കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഓഫ് ഒമേഗ പ്ലസ് 2πm ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. കാരണം ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് 2π ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡിലേഡ് സിഗ്നൽ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഡിലേഡ് സിഗ്നൽ. എക്സ് ഓഫ് എന്നിൻ്റെ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ആണെങ്കിൽ എക്സ് ഓഫ് n - m അല്ലെങ്കിൽ എക്സ് ഓഫ് n + m അതെന്തായിരിക്കും? ഡിലേഡ്, ടൈം ഡിലേഡ്. ഓക്കെ, n - m എന്ന് പറയുമ്പോൾ ടൈമിൽ നമ്മൾ ഡിലേ കൊണ്ടുവരാണ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് n - m ഈസ് ഈക്വൽ ടു ഇ റേസ് ടു - j omega m ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, ഇനി എക്സ് ഓഫ് n + m ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിലോ ഇ റേസ് ടു ജെ ഒമേഗ m. മറ്റവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഇല്ല. കാരണം n + m ആണ് നമ്മൾ നോക്കുന്നത്. എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി ടൈം റിവേഴ്സൽ. അതായത് എന്നിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു, മിറർ ഇമേജ് എടുക്കുന്ന പോലെ. എക്സ് ഓഫ് എന്നിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ആണെങ്കിൽ
എക്സ് ഓഫ് മൈനസ് എന്നിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗയാണ്. മൈനസ് ജെ ഒമേഗയാണ്. ജസ്റ്റ് ഒമേഗയിൽ നമുക്ക് ആ ഫേസ് റിവേഴ്സൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗയിൽ നമ്മളൊരു ഷിഫ്റ്റ് കൊണ്ടുവരുന്നു. എക്സ് ഓഫ് എന്നിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ആണെങ്കിൽ എക്സ് ഓഫ് എന്നിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് ഇ റേസ് ജെ ഒമേഗ നോട്ട് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ. ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് എൻ ഇൻറ്റു എക്സ് ഓഫ് എന്നിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ നോട്ട്. എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് ഒമേഗ നോട്ട്. ഓക്കെ, അടുത്തത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു സിഗ്നൽസ്. രണ്ട് സിഗ്നൽസിൻ്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ x1 ഓഫ് എന്നും x2 ഓഫ് എൻ ആണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് x1 ഓഫ് എൻ ഇൻറ്റു x2 ഓഫ് എൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പ്ലസ് പൈ x1 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ x2 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് ലാംഡ ഡി ലാംഡ. ഒമേഗ മൈനസ് ലാംഡ ഡി ലാംഡ. അതായത് നമ്മൾ ഇപ്പോൾ ഈ x1 ഓഫ് ഇ റേസ് ടു ജെ ലാംഡ ഇൻറ്റു x2 ഓഫ് ജെ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് ലാംഡ എന്നൊരിത് കാണുമ്പോൾ നിങ്ങൾക്ക് കോൺവല്യൂഷൻ എങ്ങനെയാണ്? x1 ഓഫ് എൻ ഇൻറ്റു x2 ഓഫ് എൻ മൈനസ് കെ എന്നൊരു കോൺവല്യൂഷൻ്റെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോമിൽ ഒരു കോൺവല്യൂഷന് ഈക്വലൻ്റ് ആണ് രണ്ട് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാണുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഒരു ഫൊറിയർ ട്രാൻസ്ഫോം കോൺവല്യൂഷൻ ഓഫ് ദി ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. അപ്പം നമുക്കൊരു സിഗ്നലുണ്ട്. ഓക്കെ, നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷനാണ്. അതായത് നമുക്കൊരു ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഡിഫറൻഷിയേഷൻ കാണുകയാണെന്ന് വെച്ചാൽ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എൻ എക്സ് ഓഫ് എൻ ഈക്വലൻ്റ് ആണ്. ഓക്കെ, സോ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എൻ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഇത് നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം പഠിച്ചപ്പോഴും ഇതേപോലെ തന്നെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയും ടാബുലർ കോളം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി എളുപ്പമുണ്ട്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കോൺവല്യൂഷൻ തിയറം. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്രൊഡക്റ്റിൻ്റെയാണ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടത്. പ്രൊഡക്റ്റിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടപ്പോൾ രണ്ട് സിഗ്നലിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടപ്പോൾ അതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് ദി കോൺവല്യൂഷൻ ഓഫ് ദി ഫൊറിയർ ട്രാൻസ്ഫോം ആയിരുന്നു. ഇനി ഇവിടെ സിഗ്നലിൻ്റെ കോൺവല്യൂഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാണാൻ പോവാണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് x1 ഓഫ് എൻ കോൺവല്യൂഷൻ x2 ഓഫ് എൻ which is equal to x1 of e raised to j omega x2 of e raised to j omega, where x1 of n convolution x2 of n is equal to sigma m tending from minus infinity to plus infinity x1 of m x2 of n minus m. ഈ പ്രോപ്പർട്ടിയും സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടിയോട് സിമിലർ ആണ്. നമ്മൾ അതേപോലെ തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാസബിൾസ് റിലേഷൻ, വിച്ച് ഈസ് ദി ലാസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ കേസിലായാലും DTFTയുടെ കേസിലായാലും പാസബിൾസ് റിലേഷൻ നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, സോ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് x1 ഓഫ് n x1 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയാണ്. x2 ഓഫ് എൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം x2 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയാണെങ്കിൽ പാസബിൾസ് റിലേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു സെറ്റ് ട്രാൻസ്ഫോം തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. സിമിലർ ടു സെറ്റ് ട്രാൻസ്ഫോം തന്നെയാണ്. സിഗ്മ എൻ ടെൻഡിങ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി x1 ഓഫ് എൻ x2 കോൺജുഗേറ്റ് ഓഫ് x2 ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/2 പൈ integrating from minus pi to plus pi x1 of e raised to j omega conjugate x2 of e raised to j omega d omega. ഓക്കെ, സോ ഇതാണ് പാസബിൾസ് റിലേഷൻ. അതിൽ x1 ഓഫ് എനും x2 ഓഫ് എനും സിമിലർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1/2 പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പ്ലസ് പൈ മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഹോൾ സ്ക്വയർ ഡി ഒമേഗ. ഈ റിലേഷൻ നമുക്ക് എനർജി ഡെൻസിറ്റി സ്പെക്ട്രം ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് എന്ന് പറയാം. ഞാൻ പറഞ്ഞു നമ്മളിത് പ്ലോട്ട് ചെയ്ത് ഫ്രീക്വൻസി ഡൊമെയിനിലാണ്.
ഓക്കെ, ഫ്രീക്വൻസി ഡൊമെയിനിലായതുകൊണ്ട് ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് ഈ എക്സ് ഓഫ് എന്നിൻ്റെ എനർജി ഡെൻസിറ്റി സ്പെക്ട്രം ആയിരിക്കും. എനർജി ഡെൻസിറ്റി സ്പെക്ട്രം ആയിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിനെ കുറിച്ച്. ഡെഫിനിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് പഠിക്കാം, 2-3 പ്രോപ്പർട്ടീസ് എന്തായാലും പഠിച്ചു വയ്ക്കാം. നെയിം സം പ്രോപ്പർട്ടീസ് എന്നായിരിക്കും സാധാരണ ചോദിക്കാറ്. പാസ്വേഴ്സ് റിലേഷനും ഉറപ്പായിട്ടും പഠിച്ചിരിക്കാം. ഓക്കെ, താങ്ക് യു.